നമസ്കാരം, ഇൻസറിലേക്ക് സ്വാഗതം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അതിനുശേഷം പുതിയ ഗവർണർ ഇപ്പോൾ വരാനായി പോകുന്നു. പുതിയ ഗവർണർ ഗജകാല കില്ലാടിയാണെന്നുള്ള സൂചനകൾ ഇതിനോടകം തന്നെ BJP നേതാക്കൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയല്ല, സൗമ്യ സ്വഭാവക്കാരനാണ് പുതിയ ഗവർണറായി എത്തുന്ന നിലവിലെ ബീഹാർ ഗവർണർ കൂടിയായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എങ്കിൽ RSS പശ്ചാത്തലമുള്ള RSS പ്രവർത്തകനായി ഉയർന്നു വന്ന 90-കൾക്ക് ശേഷം BJPയിലേക്ക് കളം മാറിയ അടിയുറച്ച സംഘപുത്രനായി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം ഇനി മുൾമുനയിൽ നിർത്താൻ പോകുന്നത് എന്നാണ് കേരള BJP നേതാക്കൾ ഇതിനോടകം തന്നെ പറയുന്നത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തലസ്ഥാനത്ത് നിന്നും മാറ്റുമെന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നൊരു വാർത്തയായിരുന്നു. അദ്ദേഹത്തെ ബീഹാർ ഗവർണറായി തന്നെയാണ് നിലവിൽ മാറ്റിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ബീഹാർ ഗവർണറായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അങ്ങനെ കേരളത്തിന്റെ ഗവർണറായി എത്തുകയും ചെയ്യും. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന പാരമ്പര്യം പരിശോധിക്കുകയാണെങ്കിൽ ഗോവയിൽ അടിയുറച്ച RSS പ്രവർത്തകനായി ഉയർന്നു വന്നു. ശേഷം BJPയുടെ മുഴുവൻ സമയ പ്രവർത്തകനായിരുന്നു. ഗോവയിൽ സ്പീക്കറായി, മന്ത്രിയായി, അങ്ങനെ എല്ലാ തരത്തിലും അടിയുറച്ച BJP പ്രവർത്തകനായി മുന്നോട്ട് വന്ന അർലേക്കർ ഇനി കേരളത്തിന്റെ ഗവർണർ ആകുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഗവർണർ സർക്കാർ ബന്ധം എന്നുള്ളതാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ സൗമ്യ സ്വഭാവക്കാരനായിട്ടുള്ള അർലേക്കറിന്റെ രീതികൾ കേരളത്തിനോടനുബന്ധിച്ച് ഏത് രീതിയിലായിരിക്കും മാറുക? ഇതുവരെയുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ പിന്തുടർച്ച എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുമോ, അതോ സൗമ്യമായൊരു സമീപനമായിരിക്കുമോ? ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സംശയങ്ങൾ, ചോദ്യങ്ങൾ അത് എല്ലാ വിഭാഗത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളും മനസ്സിൽ ഉയർത്തുന്ന വിഷയം തന്നെയാണ്. മിസോറാം ഗവർണർ ഡോക്ടർ ഹരി ബാബുവിനെ ഒഡീഷ ഗവർണറായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ജനറൽ വിജയ് കുമാർ സിംഗ് മിസോറാം ഗവർണറായി മാറുമെന്നും സൂചന കിട്ടുന്നുണ്ട്. ഇപ്പോൾ മണിപ്പൂരിന്റെ പുതിയ ഗവർണറായി അജയ് കുമാർ ഭല്ലയെ നിയമിക്കുകയും ചെയ്തു. കഴിഞ്ഞ സെപ്റ്റംബർ മാസം 5-നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനത്ത് 5 വർഷം പൂർത്തീകരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും LDFുമായും ഇപ്പോഴത്തെ സർക്കാരുമായും ഒട്ടും നല്ല ബന്ധത്തിലല്ലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പിടുന്നതിലുള്ള വിമുഖത, അതുപോലെ മുഖ്യമന്ത്രിയെ അടക്കം ചൂണ്ടുവിരൽ നിർത്തുക എന്ന രീതിയിലുള്ള രീതികൾ, ശൈലികൾ, ഇതൊക്കെ തന്നെ ഗവർണറുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുണ്ടായപ്പോൾ, കേരളത്തിൽ ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ തന്നെ ഗവർണർ പലതവണ പ്രവർത്തിച്ചപ്പോൾ അതൊക്കെ തന്നെ വലിയ വിവാദങ്ങൾക്ക് കാരണമായി മാറിയിരുന്നു. ഏറ്റവും ഒടുവിലായുള്ള VC നിയമനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരുമായി കൊമ്പ് കോർക്കുന്ന സമീപനം, ഏറ്റുമുട്ടൽ അടക്കം ഏറ്റവും ഒടുവിലുണ്ടായ വാർത്തയായി പുറത്തു വരികയും ചെയ്തു. തന്നെ കരിങ്കൊടി കാണിച്ച ഒരു വിദ്യാർത്ഥി സംഘടന SFI, അത് ഒരു വിദ്യാർത്ഥി സംഘടനയല്ല, ഒരു ക്രിമിനൽ സംഘമാണെന്ന് ആരോപിച്ചുകൊണ്ട് ഗവർണർ രംഗത്ത് വരികയും ഗവർണർക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുകയും ഒക്കെ തന്നെ ചെയ്ത, ദേശീയ തലത്തിൽ പോലും ശ്രദ്ധയാകർഷിച്ച പലവിധ സംഭവങ്ങൾ അത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായത്. പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം ധൈര്യപൂർവ്വം തുറന്നു പറഞ്ഞ ഒരു ഗവർണർ കൂടിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് തന്നെ പുതിയ ഗവർണർ ഏത് തലത്തിലായിരിക്കും, ഏത് രീതിയിലായിരിക്കും സർക്കാരിനോട് മനോഭാവം പുലർത്തുക എന്ന കാര്യത്തിൽ ഏറ്റവും അധികം ആശങ്ക CPM-നുണ്ട്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ CPM നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇതുമായി ബന്ധപ്പെട്ട് ചില വിശദാംശങ്ങൾ പറയുന്നുണ്ട്. കേരളത്തിന്റെ പുതിയ ഗവർണർക്ക് സംസ്ഥാന സർക്കാരിനോടൊപ്പം തന്നെ ഭരണഘടനാപരമായി യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ കൈക്കൊണ്ടുവെന്നും ഗവർണർ സംഘപരിവാറിന്റെ ആശയം നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഇതുവരെ തന്നെ കേട്ടുകേൾവിയില്ലാത്ത ഭരണഘടനാ വിരുദ്ധ നിലപാടുകൾ ഇപ്പോഴത്തെ ഗവർണർ സ്വീകരിച്ചുവെന്നാണ് കേരളത്തിന്റെ പരാതിയായും ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനെ മഹത്വവൽക്കരിക്കാൻ ചില മാധ്യമങ്ങളും ശ്രമിച്ചുവെന്നും പറയുന്നു. വലിയ ജനകീയ അംഗീകാരമുള്ള ഗവർണർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഗവർണറുടെ വീരോതിഹാസമായിട്ടുള്ള പ്രവൃത്തിയായി പലരും നോക്കിക്കാണുന്നത് എന്നുള്ള കുറ്റപ്പെടുത്തൽ അടക്കമാണ് ഗോവിന്ദൻ പങ്കുവച്ചിരിക്കുന്നത്. ഇതങ്ങേയറ്റം ജനവിരുദ്ധ സമീപനവും കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ നോക്കാതെ ഭരണഘടനാപരമായി തന്നെയാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. അദ്ദേഹം ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഭരണഘടനാ വിരുദ്ധ നിലപാടുകളിൽ നിലവിലുള്ള ഗവർണർ സ്വീകരിച്ചിരിക്കുന്നു. ഈ ഒരു പരാതി പുറമെ ഉയർന്നു കേൾക്കുന്നു. അതിനെ വെള്ളപൂശാൻ, അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കാൻ അതിനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങളടക്കം നടത്തിയെന്നാണ് ഗോവിന്ദൻ വിമർശിക്കുന്നത്. തികച്ചും കേരള വിരുദ്ധമായ സമീപനമായും അതിനെ എടുത്തുകാട്ടുന്നു. പുതിയ ഗവർണർ വന്നിരിക്കുന്നു. BJP ആണ് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. പരമ്പരാഗത BJP RSS സംവിധാനത്തെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഗവർണറെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗവർണറെ പറ്റി അദ്ദേഹം എങ്ങനെ ആയിരിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും MV ഗോവിന്ദൻ പറയുന്നു. അതിനിടെ ഇതിനെതിരെ ശക്തമായ വിമർശനവുമായി
BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്ത് വരുന്നുണ്ട്. CPM നേതാക്കൾക്കൊക്കെ തന്നെ ഒരു മുന്നറിയിപ്പായി തന്നെയാണ് ഈ വിമർശനം വരുന്നത്. ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സർക്കാർ കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിനെ എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഗവർണറോട് CPMന് വിരോധം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു നടപടി തന്നെയാണ്. ഭരണഘടനാ വിരുദ്ധമായ ബില്ലുകൾക്ക് അംഗീകാരം നൽകാത്തതാണ് CPMന്റെ വിരോധത്തിന് കാരണം. ഏത് ഗവർണർ വന്നാലും CPM സർക്കാരിന് ഭരണഘടനാ വിരുദ്ധത നടത്താൻ കഴിയില്ല എന്ന്, ഗവർണർ മാറിയത് കൊണ്ട് രക്ഷപ്പെടുമെന്ന് ഒരു കാരണവശാലും CPM കരുതേണ്ടതില്ല എന്നും സുരേന്ദ്രൻ തന്നെ പറഞ്ഞു. ഗവർണർക്കെതിരായിട്ടുള്ള CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ടായിരുന്നു MP ഗോവിന്ദൻ ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.